നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ഏത് വ്യക്തി കണ്ടാലും നിങ്ങളത് എത്രത്തോളം പോസിറ്റീവായിട്ട് എടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ആ ഒരു എനർജി നിങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് വന്ന് ചേരുകയില്ല എന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കണം. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ബ്ലോക്കേജോ എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്തംഭനാവസ്ഥയിലോ അല്ലെങ്കിൽ ഭയത്തോടു കൂടിയൊക്കെ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിരിക്കും. അതുപോലെ ബ്ലോക്കേജുകൾ, പാസ്റ്റ് ലൈഫ് കർമ്മകൾ, ബ്ലാക്ക് മാജിക്കുകൾ, ശത്രുക്കൾ, നിങ്ങളുടെ ശത്രു ആരാണ് എന്നും അതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളതെല്ലാം നമുക്ക് ഓരോ റീഡിങ്സിലൂടെയും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സാമ്പത്തികപരമാകുന്ന ഒരു യോഗം, കരിയർ യോഗം, വിവാഹ യോഗം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ബ്ലോക്കേജുകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾ അതിനകത്ത് ആ ഒരു റീഡർ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ മാത്രം. അപ്പോൾ ആ രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. കരിയർ പാതയിലൊക്കെ വന്നിരിക്കുന്ന സ്റ്റക്നെസ്സും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എത്ര ശ്രമിച്ചിട്ട് നമുക്ക് ഒരു മുന്നേറ്റമില്ല എങ്കിൽ അതിൻ്റെ കാരണവും പരിഹാരവും എല്ലാം കറക്റ്റ് ചെയ്ത് എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റം വരുമെന്നുള്ളത് ഞാനെന്ന വ്യക്തിയിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ആണ്, ഡിവൈൻ്റെ ഒരു എനർജിയാണ്, പ്രപഞ്ചമാണ് നമ്മളെ നയിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ജീവിതം മാറി മറിയും. പിന്നെ ഞാൻ നൽകിയിരിക്കുന്ന വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. വരാഹി മന്ത്രം എന്നത് രാത്രിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് മാത്രം ചൊല്ലുക. പിന്നെ വരാഹി മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം പവിത്രമാകുന്ന ഹൃദയത്തോടു കൂടിയാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ ജീവിത വിജയത്തിനും നിങ്ങളുടെ വേദനകൾക്കും നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജുകൾ മാറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. മണി അഫർമേഷൻസ് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ളതാണ്. നിങ്ങൾക്കത് എപ്പോഴും ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഫിനാൻഷ്യലി വന്നു ചേരും. പണം എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും. നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും. 25 ദിവസം 30 ദിവസം എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. നിങ്ങൾ അതെന്നും നിത്യവും നിങ്ങളുടെ ജീവിതചര്യയായിട്ട് തന്നെ കണ്ട് ആ രീതിയിൽ നിങ്ങൾ ചെയ്തു പോയിക്കോളുക. ബാലൻസ് ഡിവൈൻ അല്ലെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ. ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയ ഒരു സിറ്റുവേഷൻസോ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് വന്ന് നിൽക്കുന്ന കുറേ ആളുകളുടെ എനർജി ആവാം. അതല്ല എങ്കിൽ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഗാധമായി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ആളുകളിലേക്ക് കണക്ട് ചെയ്യുമ്പം ഇമോഷണലി ഒരു പരാജയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നമ്മൾ വേദനയോടുകൂടി ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്ന ചില സിറ്റുവേഷൻസുകൾ, അതായത് ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത ആത്മാർത്ഥത, നിങ്ങൾ നൽകിയ ആ ഒരു പ്രസൻസ്, നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വാല്യൂ കൽപ്പിക്കാത്ത ചില ഇടങ്ങളിൽ നിന്നും കുറേ ആളുകളെ സംബന്ധിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ജീവിതം ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി പരമാകുന്ന ഒരു ഇഷ്യൂവും തന്നെ ആവാം കേട്ടോ. സഹോദരങ്ങളിലോ പേരൻസിനെയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബവും മറ്റു കുടുംബങ്ങളോട് കണക്ട് ചെയ്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ എന്തോ ഒരു ഇമോഷണലി പരമാകുന്ന ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു വിട്ടുകൊടുക്കലിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണും.
കാണുന്നുണ്ട്. കുറേ ആളുകളിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസിനെ കണക്ട് ചെയ്തൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ്, അതുപോലെ ഒരു പ്രയോറിറ്റി, എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളൊരു പ്രയോറിറ്റി എനർജി, ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. അത് ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ, നിങ്ങൾക്കൊരു പുതിയൊരു ആക്ഷൻ എടുക്കാൻ, സെൽഫായിട്ടൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. കാരണം പാസ്റ്റിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങളാവാം, ചില വ്യക്തിബന്ധങ്ങളിൽ നിന്ന് കിട്ടിയ ചില ട്രോമാറ്റിക് എനർജികളാവാം, അതുപോലെ തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില കൈപ്പേറിയ അനുഭവങ്ങളാവാം. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഡിവൈൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു റീബർത്ത് എനർജി, ഒരു പുതിയ ആളായി മാറണം, പുതിയൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് വിജയിക്കണം എന്ന ഒരു ആഗ്രഹം, ഒരു ത്വരയുള്ള അവസ്ഥയിലൂടെ നിൽക്കുന്നു. അതായത് ഒരു ജഡ്ജ്മെൻറ്റ് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. എന്താണേലും നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എനർജി എന്ന് പറയുന്നത് നേരെ ചെന്ന് എത്താൻ പോകുന്നത്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ് എങ്കിൽ, നിങ്ങൾ സറണ്ടർ ചെയ്ത്, നിങ്ങൾ പരാജയം സമ്മതിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, നിങ്ങളൊരു വലിയ സക്സസ്സിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള ഡാർക്ക് എനർജി, അതായത് നിങ്ങളുടെ പോസിറ്റിവിറ്റികളെ മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഉത്കണ്ഠയോടുകൂടി ഫ്യൂച്ചറിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻസൊക്കെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ടൈം ചേഞ്ചിങ് ആകാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിവിടെ നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസിൽ നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും സക്സസ്സും ഡിവൈൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി, അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട്, പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് കടന്നു പോകണം. നിങ്ങൾ മാറണം, നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം വരുത്തണം, നിങ്ങളുടെ കൺഫ്യൂഷൻസ് എനർജിയെ ഹീൽ ചെയ്ത് കളയണം. ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിൽ അഡിക്റ്റഡ് ആണെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹീലാക്കി കളയണം, പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രാർത്ഥന, വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വിശ്വാസം എന്ന എനർജി വരണം. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു റീബർത്ത് എനർജി, പുതിയൊരു ജീവിതം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ ഇനിയും പരീക്ഷണങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള മാർഗവും നിങ്ങൾക്ക് ഡിവൈൻ ഇട്ട് തരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം, അതല്ലെങ്കിൽ ഇനി അങ്ങ് മുന്നോട്ടേക്ക് മാറ്റങ്ങളുടെ ഒരു സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തികളാണ്. ശരിക്കും നിങ്ങൾക്കിനി മറ്റൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പാഠവും ഏറ്റവും നല്ലൊരു മോട്ടിവേഷനും ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എനർജിയും ഒക്കെ എന്ന് തന്നെ പറയാം. അതിനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തെറ്റിനെയും ശരിയെയും എവിടെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ചൊന്ന് അറിയണം, നിങ്ങളിൽ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്ത് നിൽക്കുക എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടും നിങ്ങളിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്ന ഇടപാടുകൾക്ക് ഇന്നൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലിനൊക്കെ നിൽക്കുന്ന ദിവസമാണ് എങ്കിൽ ഇന്നത് വളരെ പോസിറ്റീവായിട്ട് ഫിനാൻഷ്യൽ പരമാകുന്ന കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തികം വെച്ച് നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അതല്ലെങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ പുതിയൊരു കരിയർ പാത ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ
പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കരിയർ പാതയിലാണെങ്കിലും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജിയോട് കൂടി നിങ്ങളുടെ സിറ്റുവേഷൻസിന് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പരമാകുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കിന്ന് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. കുറച്ച് വ്യക്തികളിലേക്ക് നോക്കുമ്പം ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനകത്തൊന്ന് സക്സസ് ആയിട്ട് നിങ്ങൾക്കാണ് വിജയം ഉണ്ടായതെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഇന്നത്തെ ദിവസം ഒന്ന് ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇന്ന് ചെറിയ രീതിയിലൊരു ഭയം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറിയ ഒരു ആൻസൈറ്റി, ഉത്കണ്ഠയുടെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ, നിങ്ങൾക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കടന്നു പോകാൻ പറ്റും. നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്. മാത്രമല്ല നിങ്ങൾ നല്ലൊരു പവർഫുള്ളായൊരു പേഴ്സണാലിറ്റിയാണ്. അതായത് വരുന്നത് വരട്ടെ എന്ന് ചിന്തിക്കാൻ പാകത്തിനുള്ള ഒരു പവർഫുള്ളായൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുള്ളത് കൊണ്ടും മാത്രവുമല്ല നിങ്ങളിലാണ് ശരിയെന്ന് പറയുന്ന സിറ്റുവേഷൻസ് കാണുന്നത്. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പരമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതിൻ്റെ പുറത്തോ നിങ്ങൾക്കുണ്ടായ ആ ഒരു കോൺഫ്ലിക്റ്റ് എനർജിയിൽ നിന്നും ചെറിയ രീതിയിലൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് വന്നാലും അതിനെ നിങ്ങൾ എതിർത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് ചില വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് ബൗണ്ടറി ഇട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ, അതായത് നിങ്ങൾ ആരോടും വലിയ സ്നേഹവും മറ്റു കാര്യങ്ങളും ഒന്നും പ്രകടിപ്പിക്കാത്ത തരം ക്യാരക്ടർ എനർജിയുള്ള വ്യക്തികളാണ് എങ്കിൽ ഇന്ന് നിങ്ങൾ ചില വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവായ രീതിയിലുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിന്ന് ഒരു സന്തോഷത്തിൻ്റെ, ഇമോഷണൽ പരമാകുന്ന ഒരു ഹാപ്പിനെസ്സിൻ്റെ ദിവസമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബൗണ്ടറി തീർത്ത് എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി നിന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായ ഒരു തേർഡ് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികപരമായിട്ടൊരു വേദനിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അനുഭവമോ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് മാറി ഒരു റീയൂണിയൻ എനർജി, ചിലപ്പോൾ ഒരു ട്രാജഡി എനർജി ആയിരിക്കാം, ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു റീയൂണിയൻ എനർജിയാണ് കാണുന്നത് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോൺഫ്ലിക്റ്റിൽ പോയ സൗഹൃദ ബന്ധങ്ങൾ തിരിച്ചു വരുന്നതാവാം, ഒരു സെലിബ്രേഷനും ഒരു പോസിറ്റീവ് എനർജി, നല്ലൊരു ഗുഡ് എനർജിയോടുകൂടി നിങ്ങൾക്ക് ഇന്നൊരു ഹാപ്പിനെസ്സും അതിമറന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന, അതായത് ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് അധ്വാനം കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ പരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് മെച്യൂരിറ്റിയോടുകൂടി നിൽക്കേണ്ട ദിവസമുണ്ട്. കുറച്ച് കഠിനാധ്വാനം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇന്ന് കരിയർ എനർജിയിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ്. അതുപോലെ തന്നെ ഒന്ന് മെച്യൂരിറ്റിയോടുകൂടി നിൽക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ഈ പേരൻറ്റിങ് എനർജിയൊക്കെ ഇച്ചിരി ഉപദേശത്തിനൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇമോഷൻസ്, മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ, ചില വിഷമസന്ധികളൊക്കെ ആവാം, അതൊക്കെ ഒന്ന് കേട്ട് നിൽക്കേണ്ടി വരികയും പരിഹാരം പറയേണ്ടി വരുന്നതൊക്കെ ആയ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതായത് ഒരു സ്പിരിച്വൽ നിങ്ങളോട് പറയാനും നിങ്ങളതൊന്ന് കേൾക്കാനും നിങ്ങളിൽ നിന്നൊരു മറുപടി കേൾക്കാനും, അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിലൊക്കെ ഒന്ന് മെച്യൂരിറ്റിയോട് കൂടി നിൽക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ആ ഒരു വ്യക്തിമുദ്ര അവിടെ ഒന്ന് പതിപ്പിക്കേണ്ട സിറ്റുവേഷൻസൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കരിയർ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒന്ന് വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് കരിയർ പാതയിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി എനർജി കണക്റ്റ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്നു. അപ്പോൾ ഒരു ചെറിയ ബൗണ്ടറി, അതല്ലെങ്കിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുക. അവിടെ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങൾ
എന്താണ് അറിഞ്ഞ് കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഇന്ന് കരിയർ പരമാകുന്ന എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലി പരമാകുന്ന ബന്ധമായിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനർജിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വ്യക്തികളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ബാലൻസിങ് എനർജി വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു അകൽച്ചയോ മാറി നിൽക്കലോ ഒക്കെ ഉണ്ടായ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു ബാലൻസ് എനർജിയിലേക്ക്, അതായത് പാസ്റ്റിലെ പല കാര്യങ്ങളെ ഒന്ന് ഈക്വലാക്കി കൊണ്ടുവരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സന്തോഷം, ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മറ്റാരുടെയെങ്കിലും ഒരു മധ്യസ്ഥതയുടെ ഫലമായിട്ടാവാം, എന്താണെങ്കിലും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു. 1-2 വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത്, നിങ്ങളുടെ ഒരു റിലേഷൻ്റെ എനർജിയെ ബേസ് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് ബർഡൻ ഇറക്കി വെക്കാൻ പറ്റുന്നൊരു സമയമായിട്ട് നിങ്ങളുടെ ജീവിതം മാറുന്നു കേട്ടോ. കാരണം നിങ്ങളൊരു പോസിറ്റീവായൊരു ആക്ഷൻ എടുത്താൽ, നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നൊരവസരം, ചിലപ്പോൾ ഒരു ബാലൻസിങ് എനർജിയിലേക്ക്, കാരണം പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യാനൊരു അവസരം നിങ്ങൾക്ക് മറ്റ് 1-2 വ്യക്തികളുടെ പ്രസൻസിലൂടെ ലഭിക്കുമ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ആക്ഷൻ എടുത്താൽ, പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബർഡൻ ഇറക്കി വെക്കാൻ പറ്റുന്നു. നിങ്ങളുടെ ആ ഒരു മാനസിക പ്രശ്നങ്ങളെ മാറ്റാൻ സാധിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ എനിക്കിവിടെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്പിരിച്വൽ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരുന്നു. കാരണം നിങ്ങൾ ഇമോഷൻസുകളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ആരോടും തന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ളൊരു ഇമോഷൻസ് ഇപ്പം ഫീൽ ചെയ്യുന്നില്ല. അതായത് സ്നേഹം വേണം ലൈഫിൽ ജീവിക്കാൻ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി സ്പിരിച്വൽ പാതയിലേക്ക് മാറുക, അതായത് ദൈവികമാകുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് മനസ്സിൽ, ജീവിതത്തിൽ എന്താണ് ഇനി മുന്നോട്ടേക്കെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ പാത ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് സ്നേഹമാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഒരാളുടെ സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ആകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്ത്രീ ശാപം എനർജി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കുറേ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്ര എഫോർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊരു വീഴ്ചയിലാണ് എങ്കിൽ, നിങ്ങൾ തകർന്ന് നിൽക്കുകയാണെങ്കിൽ, അതൊരു സ്ത്രീ ശാപ എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡ് ആകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടതുപോലെ സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്ന വ്യക്തികളിലാണ് കേട്ടോ ആ ഒരു നെഗറ്റീവ് ആകുന്ന എനർജി എൻഡ് ആകുന്നത്. കാരണം നിങ്ങളെടുത്ത എഫോർട്ട്, നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അവസാനിക്കുന്നു. അതിൻ്റെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എനർജിയാണ്. ചിലപ്പോൾ യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, അതല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി, അതായത് ഒരു സ്ത്രീ ശാപം എനർജി നിങ്ങളിൽ നിന്നും എൻഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എനർജി മറ്റുള്ള ഒരു പുതിയ തുടക്കം, അതായത് ഒരു മാനിഫെസ്റ്റേഷൻസിൻ്റെ എനർജിയുടെ ഫലമായിട്ട് ഇതിൽ കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലി പരമാകുന്ന പ്രശ്നങ്ങൾ എൻഡ് ആകുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയൊരു ഇമോഷൻസ്, പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്ത ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പുതിയൊരു ഘട്ടം, അതായത് പുതിയൊരു കാലഘട്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഓപ്പണിങ് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് കരിയർ പാതയെ ബേസ് ചെയ്ത്, കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ, ഒന്നെങ്കിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് വർക്കായിരിക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചൊരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട്. അതും കരിയർ ബേസ് ആയിട്ടും ഫാമിലി എനർജി ആയിട്ടും ഇമോഷണൽ പരമായിട്ടും നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ നൽകിയ ഒരു മാനിഫെസ്റ്റേഷൻസിൻ്റെയും നിങ്ങൾ വളരെയധികം കോൺസെൻട്രേഷൻ, ഒരു
സ്ഥലത്ത് തന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അത് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ ഇതെല്ലാം. ഡിവൈൻ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മദർ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ വളരെയധികം ഒരു അബണ്ടൻസ്, അതായത് അമ്മയുടെ ആ ഒരു സ്നേഹവും അനുഗ്രഹവും എല്ലാം ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഇന്നത്തെ ദിവസം തന്നെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ദിവസമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കുറച്ച് ചെറിയ രീതിയിലുള്ള നെഗറ്റിവിറ്റികളേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ശാപം എനർജി, അതായത് ഒരു സ്ത്രീശാപം എനർജി എൻഡായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അത് നിങ്ങളെ സ്പിരിച്വൽ പാതയിലേക്ക് പോയ വ്യക്തികളെ കണക്ട് ചെയ്താണ് അത് സംഭവിച്ചിരിക്കുന്നത്.